ഹലോ ക്യൂട്ടീസ്, ഇന്ന് നമുക്കൊരു ജേർണൽ ചെയ്തുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ചെയ്ത ചില തെറ്റുകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞാലോ. യൂട്യൂബിൽ നിന്ന് തന്നെ സാധനം ഞാൻ തുടങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെയല്ല ചെയ്ത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് പല തെറ്റുകൾ വന്നു. യൂട്യൂബിനെക്കുറിച്ച് അറിയാൻ തന്നെ എനിക്ക് ഏകദേശം 4-5 മാസം പിടിച്ചു കേട്ടോ. അപ്പം എൻ്റെ ചില തെറ്റുകൾ കൊണ്ടാണ് എൻ്റെ എന്നല്ല നമ്മുടെ എല്ലാവരുടെയും പല തെറ്റുകൾ കൊണ്ടാണ് നമ്മുടെ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ അധികം റീച്ച് ആകാതെ തുടക്കത്തിലേ തന്നെ ഒരു എന്താ പറയുന്നത് ഒരു വൈറലാകാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ചില തെറ്റുകൾ തന്നെയാണ്. പിന്നെ അപ്പം അങ്ങനത്തെ കുറച്ച് ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ ആദ്യം പിന്നെ പറയാം. ഇപ്പോൾ ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത്, നിങ്ങൾ ആരായാലും ഒരു യൂട്യൂബ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു പ്രീ പ്ലാനിങ് ഓൾറെഡി ചെയ്യണം കേട്ടോ. പ്രീ പ്ലാനിങ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ വലിയ പ്രിപ്പറേഷൻ ചെയ്യണമെന്നൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബ് പല കാറ്റഗറിക്കുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. കുക്കിംഗ് ചെയ്യുന്നവരുണ്ട്, ഡാൻസ് വീഡിയോ, റിയാക്ഷൻ വീഡിയോ, പിന്നെ യൂട്യൂബ് ടിപ്സ്, പിന്നെ നമ്മളെപ്പോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പം ഏത് ആൾക്കാരായാലും അറ്റ്ലീസ്റ്റ് ഒരു 2-3 പേരുടെയെങ്കിലും നല്ല റീച്ചൊക്കെ ഉള്ള നല്ലൊരു ടോപ്പ് കോണ്ടൻറ്റൊക്കെ ചെയ്യുന്നവരുടെ ഒരു വീഡിയോസ് കുറച്ചൊന്ന് കണ്ട് എന്തൊക്കെയാണ് നമുക്ക് യൂട്യൂബിന് നമ്മുടെ ചാനലിന് ആവശ്യമുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ കേട്ടോ. എൻ്റെ തുടക്കത്തിലെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരു പ്രിപ്പറേഷനില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ ഞാൻ തുടങ്ങിയ കാര്യമാണ്. അപ്പോൾ യൂട്യൂബ് എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിംഗ് ചെയ്യുന്നത്, യൂട്യൂബിന് എന്തൊക്കെ ചെയ്യണം ഒന്നും അറിയാമല്ലാതെ ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോ കണ്ടിട്ട് പിന്നെ സെറ്റിംഗ് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് തന്നെ എൻ്റെ കുറേ മാസങ്ങൾ നഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യല്, നിങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ട ശേഷം അതിനുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണെങ്കിൽ ക്രാഫ്റ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു യൂട്യൂബ് ചാനൽ ഓരോ കാറ്റഗറിക്ക് ആവശ്യമുള്ള നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനാണെങ്കിൽ റായ ക്രാഫ്റ്റ് വേൾഡ് എന്ന് ഇട്ടെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായതും അങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ഒരു ക്രാഫ്റ്റേഴ്സിൻ്റെ ചില പല നമ്മുടെ ചാനലിൻ്റെ നെയിം കണ്ടിട്ടുണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള പല പേരുകളുണ്ട്. അതുപോലത്തെ എന്തെങ്കിലും സെലക്ട് ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് പ്രൊഫൈൽ ഫോട്ടോ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ മാറ്റിയെങ്കിലും നമ്മളൊരു പ്രാവശ്യം ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ തുടക്കത്തിലേ തന്നെ നിങ്ങളൊരു ഡിസൈഡ്, നിങ്ങൾക്ക് എന്ത് ചാനലിൻ്റെ നെയിം ആയിരിക്കണം, അത് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ, അത് നിങ്ങളുടെ കോണ്ടൻറ്റുമായിട്ട് റിലേറ്റഡ് ആണോ, പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ, ഇതൊക്കെ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം വേണം തുടങ്ങാം. പിന്നെ അതിനുള്ള സെറ്റിങ്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ട് വേണം ഒരാഴ്ചക്കുള്ളിലെങ്കിലും നിങ്ങൾ ഈ സെറ്റിങ്സ് എല്ലാം ഫില്ല് ചെയ്തിരിക്കുക. ഇതൊക്കെ ഞാൻ സെറ്റിങ്സ് ചെയ്ത് വന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ അങ്ങനെ തുടങ്ങുമായിരുന്നു. അപ്പം അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു 2-3 മാസം പിടിച്ച് ഈ സെറ്റിങ്സൊക്കെ ചെയ്ത് തരാം സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ആദ്യമേ വീഡിയോ ഒക്കെ യൂട്യൂബ് ടിപ്സോ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോ ഒന്ന് സെറ്റിങ്സൊക്കെ ചെയ്ത ശേഷം വേണമെങ്കിൽ ചെയ്യണം. പിന്നെ ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്, അങ്ങനത്തെ പല രീതികളൊക്കെ പല വീഡിയോസും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അതൊക്കെ ഒന്ന് പഠിച്ച് നിങ്ങൾ വേണം ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാൻ പോയത് നടക്കത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ പല വീഡിയോസും തുടക്കത്തിൽ നിങ്ങൾ കണ്ടാൽ എനിക്കൊരു പ്രത്യേക ഒരു പ്ലേസ് ഇല്ലായിരുന്നു. അപ്പോൾ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ആർട്ടായിട്ട് സംബന്ധിച്ചുള്ളവരെല്ലാവർക്കും ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു പ്ലേസ് മാക്സിമം നിങ്ങൾ ഒരു വിൻഡോയുടെ അടുത്തൊരു നല്ല പ്ലേസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇപ്പോഴും ഇല്ലാത്തൊരു കാര്യം അത് തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ ബോറിംഗ് ആയിരുന്നു, സത്യമായിട്ട് ബോറിംഗ് ആയിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പം നല്ലൊരു മാക്സിമം എല്ലാവരും വൈറ്റാണ് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ഫോറിനേഴ്സിനെ പോലെ വലിയ ഫോറിൻ അബ്രോഡ് ചെയ്യുന്നവരുടെ പോലെ വലിയ ഇതൊന്നും വേണമെന്നില്ല. പക്ഷെ നമുക്ക് പറ്റിയ രീതിയിൽ ചെറിയൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, പിന്നെ നമ്മുടെ ടേബിൾ മാക്സിമം വൈറ്റ്, അങ്ങനെയൊക്കെ നോക്കാം. അപ്പം എനിക്കാണെങ്കിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ വിൻഡോയുടെ അടുത്തൊരു എൻ്റെ ഒരു സെറ്റപ്പ് വേണം. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റിയില്ല. ചെറിയ ഒരു ടേബിൾ മതി നമുക്ക്. പക്ഷേ അതെനിക്ക് പറ്റിയില്ല. കാരണം ഞങ്ങളുടെ ഇവിടെയുള്ള വെളി താമസിക്കുന്നവർക്ക് അവരുടെയൊക്കെ വിൻഡോസ് ഒന്നിൽ AC വെച്ചിരിക്കുകയായിരിക്കും, അല്ല ആകെ 1-2 വിൻഡോസ്. അപ്പോൾ എൻ്റെ വിൻഡോയിൽ ഇപ്പോഴും AC വെച്ച് ഇപ്പോഴും എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു വിൻഡോയുടെ അടുത്തുള്ള ഒരു റൂമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ടേബിൾ വെച്ച് വേണം തുടങ്ങാം. പിന്നെ നമ്മുടെ സാധനങ്ങൾ ആവശ്യമുള്ളതൊക്കെ നമ്മൾ നെസസറി ആയിട്ട് ഒത്തിരി ലാവിഷായിട്ട് വലിയ കോസ്റ്റ്ലി ഒന്നും സാധനം ഉണ്ടാക്കാതെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെക്കണം. അത് നമ്മുടെ ആവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തുടക്കത്തിൽ നമുക്ക് 1-2 വീഡിയോ ഇട്ടിട്ട് നമുക്കൊന്നും ആരും കാണാതെ വരും. നമ്മൾ പലരുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന തിരിച്ച് സബ് ചെയ്യാം, അങ്ങനെ വരുന്ന എല്ലാ സ്പാമായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കുറച്ച് കഴിയുമ്പോൾ ഒന്നിൽ അവർ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യും നമ്മളെ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് തന്നെ അതിനെ
സ്പാം ആക്കി കളയും. പിന്നെ നമ്മൾ ഈ പറയുന്ന കമൻറ്റുകളെല്ലാം വെച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡൗൺ ആകത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വരുന്നവരൊന്നും റീച്ച് ആകത്തില്ല. പിന്നെ തുടക്കത്തിൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരൊന്നും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോസ് നിൽക്കത്തില്ല. അപ്പം നമ്മുടെ ഓർഗാനിക്കായിട്ട് നമുക്കൊരു സബ്സ്ക്രൈബേഴ്സും വരാതെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് അങ്ങനെ ഓർഗാനിക്കായിട്ട് കുറച്ച് സമയം എടുക്കുമെങ്കിലും പക്ഷേ പെട്ടെന്ന് റീച്ച് ആകും. പിന്നെ തുടക്കത്തിൽ നിങ്ങൾക്ക് കണ്ടോണം നമ്മുടെ വീഡിയോസൊക്കെ ചിലപ്പോൾ 1-2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് 500-600 വ്യൂ പെട്ടെന്ന് റീച്ച് ചെയ്യുന്നത്. അതെന്താണെന്നറിയോ? യൂട്യൂബ് തുടക്കത്തിൽ ഒരു കാറ്റഗറി ഇല്ലാത്ത പലരുടെ അടുത്തോട്ടുമാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് വിടുന്നത്. അപ്പോൾ തുടക്കക്കാരുടെ എല്ലാ വീഡിയോസും ചിലർ കാണും. അപ്പോൾ തുടക്കത്തിൽ കുറേ പേര് കണ്ട് നമ്മുടെ റീച്ച് ആകുന്നതാണ്. അപ്പോൾ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മുടെ വീഡിയോ എടുത്തുള്ളൂ. അപ്പോഴാണ് നമ്മുടെ റീച്ചൊക്കെ ഡൗൺ ആകുന്നത്. പിന്നെ മാക്സിമം നമ്മൾ ഒരു വല്ലവരുടെയും കോണ്ടൻറ്റ് അവരുടെ സാധനം തന്നെ എടുത്ത് ഇങ്ങനെ ഇടാതെ ശ്രമിക്കുക. എന്ന് വെച്ചാൽ അവരുടെ കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ സാധനം സെയിം കട്ട് ചെയ്ത് ഇടില്ല. അപ്പം അതെന്ത് ചെയ്യും? വല്ലവരുടെയും കണ്ടൻറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോപ്പിറൈറ്റൊക്കെ കുറച്ച് നാൾ വന്നാൽ നമ്മുടെ വ്യൂ ഒക്കെ ഡൗൺ ആവുകയും ചെയ്യും. പിന്നെ മാക്സിമം നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്മുടെ ചാനൽ നമ്മുടെ നമ്പറിൽ നിന്ന് നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ നമ്മുടെ വ്യൂ ഒക്കെ കുറയും. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ തെറ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഡൗൺ ആകത്തുള്ളൂ. പിന്നെ നമ്മൾ മറ്റുള്ളവർ അവർ സബ് ചെയ്തു, ഞാൻ അങ്ങോട്ട് അന്നേരം തന്നെ നമ്മളിപ്പോൾ സബ് ചെയ്യുകയാണെങ്കിൽ അതും സ്പാം ആക്കും. അപ്പോൾ ഇങ്ങനത്തെ തെറ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ തെറ്റായിട്ട് ചെയ്യില്ല. കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ പല കൊണസ്റ്റ് പരിപാടികളൊക്കെ ചെയ്താൽ അതൊക്കെ റീച്ച് ഇല്ലാതാകത്തേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ചിലർ എത്ര ക്വാളിറ്റിയുള്ള വീഡിയോ ഇട്ടാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് റീച്ച് എത്താൻ ചിലപ്പം 1,00,000 സബ്സ്ക്രൈബ് ഉള്ളവരും 100 സബ്സ്ക്രൈബ് ഉള്ളവരുടെയും വ്യൂ കൗണ്ട് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താ, അവരുടെ സബ്സ്ക്രൈബേഴ്സ് അത്ര മാക്സിമം 1,00,000 ഉള്ളവർ അറ്റ്ലീസ്റ്റ് കുറച്ച് 1000 പേരെങ്കിലും ആ വീഡിയോസ് കാണും. പക്ഷെ നമുക്കാകെ ഉള്ള 100 സബ്സ്ക്രൈബേഴ്സിനകത്ത് 10 പേരായിരിക്കും 5 പേരായിരിക്കും നമ്മുടെ തുടക്കത്തിൽ കാണുക. അതൊക്കെ നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കാനൊക്കെ. പിന്നെ യൂട്യൂബിൽ ക്ഷമ വേണമെന്നാണ് ഞാൻ പഠിച്ചത് കേട്ടോ. ഞാനിതൊന്നും അറിയാൻ മേലാതെ എന്തൊക്കെ. പിന്നെ നമ്മൾ ടോപ്പായിട്ടുള്ള കോണ്ടന്റ്, നമ്മൾ ക്രാഫ്റ്റിനെ കുറിച്ച് ഇച്ചിരി പഠിച്ചാൽ, ക്രാഫ്റ്റാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുക്കിങ്ങാണ് ചെയ്യുന്നതാണ്. നമുക്കറിയാലോ, ക്രാഫ്റ്റൊക്കെ ഞാനൊന്നും ഒരിക്കലും പെട്ടെന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ സമയത്തായിരിക്കും നമ്മളൊന്ന് കണ്ടുവച്ചിരിക്കുക എന്താ ചെയ്യുന്നതൊരു ഊഹം കാണും. അത് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അത് എന്താണെന്നുള്ളത് നമ്മുടെ കറക്റ്റായിട്ട് പ്രസൻറ്റേഷൻ വന്നില്ലെങ്കിൽ ചിലപ്പം നമ്മുടെ എല്ലാ ക്രാഫ്റ്റും ഒരുപാടാണ്. നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് പലപ്പോഴും നമുക്ക് ചിലപ്പം ഫ്ലോപ്പായി പോകുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്തുകൊണ്ടല്ല ഫ്ലോപ്പാകുന്നത്. കാരണം വെച്ചാൽ എല്ലാ ക്രാഫ്റ്റേഴ്സിൻ്റെ കൈ ഒരുപോലെ ആയിരിക്കില്ല. ചില ക്രാഫ്റ്റുകൾ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ചില ക്രാഫ്റ്റുകൾ നമുക്ക് ചെയ്തില്ലെന്നിരിക്കും. അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ നിരാശപ്പെടില്ല. ചിലപ്പോൾ നമ്മുടെ വീഡിയോ ആയില്ലല്ലോ, ഇതിനി എന്ത് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമല്ലോ. കാരണം വെച്ചാൽ ഇതൊന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല യൂട്യൂബ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു രസമില്ലാത്ത ഒരു വീഡിയോ ചിലപ്പോൾ റീച്ച് എത്തുന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോയും നമുക്കൊരു റീച്ച് ഇല്ലെന്ന് എടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കുന്നത് ഈ 1K സബ്സ്ക്രൈബ് ആയല്ലോ, ഇനി നമ്മുടെ മോണിറ്റൈസേഷൻ അകത്തില്ലടാ. 1K സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല നമുക്ക് വേണ്ടത് വാച്ച് ടൈമും കൂടെ. അപ്പോൾ നമ്മുടെ വാച്ച് ടൈം നമുക്ക് കൂടണമെങ്കിൽ നമ്മൾ ലോങ് വീഡിയോസ് ഇടുക. അല്ലെ പിന്നെ നിങ്ങളുടെ ഷോർട്സൊക്കെ മില്യൺസിനകത്ത് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്നെ ഷോർട്സ് വെച്ച് നിങ്ങൾക്ക് ഇതായിക്കോളും നമ്മുടെ മോണിറ്റൈസ്. പക്ഷെ നമ്മുടെ അങ്ങനെയൊന്നും റീച്ച് ഇല്ലാത്തടത്തോളം കാലം നമ്മുടെ മോണിറ്റൈസേഷൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലോങ് വീഡിയോസ് ഇട്ടേ ഉള്ളൂ. എല്ലാവരും പറയും ഈ മോണിറ്റൈസേഷൻ എവിടെയാണ് ചെക്ക് ചെയ്യുന്നത്, എവിടെയാണ് വാച്ച് ടൈം? നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ വ്യൂ ഒന്നും അല്ല, നമ്മുടെ ഷോർട്സിൻ്റെ വ്യൂ അതിനകത്ത് കൗണ്ട് ആകുകയില്ല കേട്ടോ. അപ്പം മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുന്നത് അനലറ്റിക്സിക്ക് പോയിട്ട് ലാസ്റ്റ് നമ്മുടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതായത് 10,000 1K സബ്സ്ക്രൈബേഴ്സ് ആൻഡ് 4,000 വാച്ച് ടൈം എന്നുള്ളതുണ്ട്. അത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മോണിറ്റൈസേഷൻ ആകത്തുള്ളൂ. പക്ഷെ നമ്മൾ ഒരിക്കും ഒരു 2K സബ്സ്ക്രൈബറായി നമ്മുടെ അല്ലെങ്കിൽ 1K ഇനി നമ്മുടെ മോണിറ്റൈസ് ഇല്ല. നമ്മളെ പടി നടന്നു. നമ്മൾ ഇത്രയും വീഡിയോ ഇടുമ്പോഴത്തേനും നമ്മൾ ലോങ് വീഡിയോ അങ്ങ് ചാലിക്കാൻ വളരെ കുറവായിരിക്കും, വളരെ വ്യൂ ആയിരിക്കും കമ്പയറിങ് ടു ഷോർട്സ്. നമ്മുടെ ലോങ് വീഡിയോ ചിലരുടെയൊക്കെ നല്ല ഇപ്പം 100K അല്ലെങ്കിൽ 120K ഒക്കെ ഉള്ളവരുടെ പോലൊക്കെയാണ് നല്ല പെട്ടെന്ന് തന്നെ ലോങ് വീഡിയോസും ഒന്ന് ക്ലിക്ക് ആക്കും. നമ്മുടെയൊക്കെ ക്ലിക്കാണെങ്കിൽ വളരെ സമയമെടുക്കും. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിനകത്തോട്ട് വരാൻ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഞാനും ഒത്തിരി ഡെസ്പായിരുന്നു. തുടക്കത്തിൻ്റെ 1K ആകുന്നേ ഇല്ല, സത്യമായിട്ട് പറയല്ലോ 1K ആകുന്നില്ല. അതിന് കാരണം ഞാൻ തന്നെ ചെയ്ത തെറ്റുകളാണ്. ഞാൻ പറഞ്ഞു യൂട്യൂബിനെ കുറിച്ച് ഞാൻ ഒന്നും അറിയാത്തവരോ ഞാനിത് പഠിച്ചു വന്നപ്പോൾ തന്നെ എൻ്റെ
പകുതി സമയം പോയി സത്യം പറഞ്ഞു. അപ്പം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഒരാഴ്ച ഇതിനെക്കുറിച്ചുള്ള യൂട്യൂബ് ടിപ്സും യൂട്യൂബിൻ്റെ സെറ്റിങ്സും എല്ലാം പഠിച്ച ശേഷം മാത്രമേ നിങ്ങൾ തുടങ്ങാവുള്ളൂ. പിന്നെ രണ്ടാമത് അവരാ ചാനലിൽ പോയി നമ്മൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ പറയുന്നതെല്ലാം ആ എല്ലാ വേർഡ്സും സ്പാമിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ചെയ്യുന്നവരാരും ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണണമെന്നില്ല. പിന്നെ ഈ സ്പാമായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വീഡിയോ കാണണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇതായപ്പോഴും. പിന്നെ യൂട്യൂബ് എന്ന് പറയുന്നൊരു മെഷീൻ ആയതുകൊണ്ട് അതെപ്പോൾ ക്ലിക്കാവുന്നു, ചിലരുടെ ഭാഗ്യാനുസരിച്ച് പെട്ടെന്ന് ക്ലിക്കാവും. പിന്നെ നിങ്ങൾക്കറിയോ റിയാക്ഷൻ വീഡിയോ, പിന്നെ മൂവിയെക്കുറിച്ച് ഉള്ള വീഡിയോസ്, യൂട്യൂബ് ടിപ്സ്, അങ്ങനെയുള്ള ചില വീഡിയോസ് പെട്ടെന്ന് ക്ലിക്കാവും. കാരണം അത് ആൾക്കാർ കാണുന്നതാണ്. നമ്മളെപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്നവർ, ചിലർക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നവർ കാണുന്ന വീഡിയോസ് വളരെ റെയർ ആയിരിക്കും. അപ്പോൾ അതൊക്കെ പിന്നെ ഡാൻസിൻ്റെ, ആർട്ടിൻ്റെ അതൊക്കെ ചെയ്യുന്ന ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രമായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും കാണത്തില്ല. ആ സമയം ഞാൻ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആണല്ലേ, ഞാൻ ചിലപ്പോൾ യൂട്യൂബ് ടിപ്സ് കണ്ടെന്നിരിക്കും, ഞാൻ മൂവിയുടെ കണ്ടെന്നിരിക്കും. അപ്പം അത് ക്ലിക്കായപ്പം അതുകൊണ്ട് അത് ക്ഷമയോടെ ചെയ്യണം. അപ്പം സ്പാം ആക്കാതെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ സെറ്റിങ്സും ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.